കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ ആശാ വർക്കർമാരുടെ ഓണറേറിയം കൂട്ടാൻ ശ്രമിക്കണമെന്ന് സർക്കുലർ. KPCC അധ്യക്ഷൻ കെ സുധാകരൻ സർക്കുലറുടെ പൊതുനിർദ്ദേശം നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇപ്പോൾ ഈ ഒരു സർക്കുലറിലൂടെ ഒരു നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിവരങ്ങൾ? ജയലക്ഷ്മി, കോൺഗ്രസ് ഭരിക്കുന്ന പല പഞ്ചായത്തുകളും ഇത്തരത്തിൽ ആശമാരുടെ ഓണറേറിയം ഉയർത്താനുള്ള ചില സർക്കുലറുകളും നിർദ്ദേശങ്ങളുമായി മുൻപോട്ട് പോയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KPCC തന്നെ ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളുമായി മുൻപോട്ട് പോകണമെന്നുള്ളതാണ് ഈ സർക്കുലറിൽ വ്യക്തമായി പറയുന്നതെന്നുള്ളതാണ്. ആശമാരുടെ ഓണറേറിയം കൂട്ടാൻ ഇത്തരത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ശ്രമിക്കണം. കോൺഗ്രസ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണ് ഈ KPCCയുടെ സർക്കുലർ ഉള്ളത്. ഓരോ തദ്ദേശ സ്ഥാപനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പോൾ തുക പലതരത്തിൽ പലർക്കും തീരുമാനിക്കാമെന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു മിനിമം തുക അല്ലെങ്കിൽ ഒരു മിനിമം വേതനം ഉറപ്പാക്കുന്ന തരത്തിലേക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മാറണമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുൻപിലെ ഇവരുടെ സമരം 49 ദിവസം പിന്നിടുകയാണ്. കേരള ആശ ഹെൽത്ത് വർക്കർ അസോസിയേഷൻ്റെ സമരം 49 ദിവസവും അതേപോലെ തന്നെ അനിശ്ചിതകാല നിരാഹാര സമരം 11 ദിവസവുമായിട്ട് തുടരുകയാണ്. നാളെയാണ് മുടിമുറിച്ചുള്ള സമരവുമായി ഇവർ മുൻപോട്ട് പോകാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നതെന്നുള്ളതാണ്. എന്തായാലും ഈ സംസ്ഥാന സെക്രട്ടറി MA ബിന്ദു അടക്കമുള്ള ആളുകൾ നമ്മോടൊപ്പം ചേരുന്നുമുണ്ട്. നാളെയാണ് ഇത്തരത്തിൽ മുടിമുറിക്കൽ സമരമായിട്ടൊക്കെ മുൻപോട്ട് പോകുന്നത്. അതേസമയത്ത് തന്നെ കോൺഗ്രസ് ഒരു KPCC ഇത്തരത്തിലൊരു സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആശമാരുടെ വേതനം ഉറപ്പാക്കാൻ KPCC പഞ്ചായത്തുകൾക്ക് നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ഇത്തരത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് രണ്ടും രണ്ട് കാര്യങ്ങളാണ്. നാളെ ഞങ്ങളുടെ 50-ാം ദിവസമാണ് സമരം തുടങ്ങിയതിൻ്റെ. അതിൻ്റെ ഒരു അടുത്ത ഘട്ടം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ മുടിമുറിച്ച് പ്രതിഷേധിക്കുന്നത്. ഇത്രയും സമര പരിപാടികൾ എടുത്തിട്ടും 50 ദിവസമായിട്ടും ഒരു ജനാധിപത്യപരമായ രീതിയിൽ ആ സമരത്തെ സെറ്റിൽ ചെയ്യാൻ സർക്കാർ തയ്യാറാകാത്ത ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. മറ്റേ KPCC എടുത്തിരിക്കുന്ന വിഷയത്തിൽ അത് ഞങ്ങൾ നേരത്തെ തന്നെ ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞിട്ടുള്ളതാണ്. അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമ്മൾ നടത്തിയ ഒരു മൂവ്മെൻറ്റിൻ്റെ ഒരു റിസൾട്ട് തന്നെയാണത്. പക്ഷേ എന്നാലും അതൊരു ശാശ്വതമായ പരിഹാരമല്ല. ശാശ്വതമായ പരിഹാരം നിർദ്ദേശിക്കുന്നത് സർക്കാരാണ്. അതിന് സർക്കാർ തയ്യാറാകണം. KPCCയുടെ ഇത്തരം നിലപാടുകളോട് ഞങ്ങൾക്ക് വളരെ സന്തോഷവും നന്ദി അറിയിക്കുകയാണ്. നിലവിൽ കോൺഗ്രസിൻ്റെ നീക്കം ഒരു പോസിറ്റീവ് നീക്കമല്ല. കാരണം BJP ഭരിക്കുന്ന പഞ്ചായത്തുകളിലും അതേപോലെ തന്നെ കോൺഗ്രസ് പഞ്ചായത്തുകളിലും ഈ നിലപാട് തുടരുന്നുണ്ട്. ഏതായാലും ഒരു പൊതു സർക്കുലറാണ് ഇറങ്ങിയിട്ടുള്ളത് KPCC. തീർച്ചയായിട്ടും അത് നല്ല സ്വാഗതാർഹമായ ഞങ്ങളുടെ ഈ മൂവ്മെൻറ്റിനോടൊപ്പം നിൽക്കുന്ന ഒരു തീരുമാനം തന്നെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത് ശാശ്വതമായ പരിഹാരം എന്ന് പറയുന്നത് ഓണറേറിയം വർദ്ധിപ്പിക്കുക എന്നുള്ളത് സർക്കാരാണ് ചെയ്യേണ്ടത്. ആ ഒരു തീരുമാനമാണ് വരേണ്ടത്. എന്തായാലും സർക്കാർ തന്നെയാണ് ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത്. പക്ഷേ ഈ ഒരു തീരുമാനം KPCCയുടെ ഭാഗത്തുനിന്നുണ്ടായ ഒരു തീരുമാനം, ആ തീരുമാനം സ്വാഗതാർഹമാണ്. അതിനെ മുൻപോട്ട് കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്തായാലും ഈ സമരം ഇന്ന് 49 ദിവസമാണ്. നാളെ 50-ാം ദിവസമാണ് ഈ മുടിമുറിക്കൽ സമരവുമായി